നമസ്കാരം. അലിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന് പറയുന്ന അലിൻ ജോസ് പെരേരയുടെ ഒരു ഷോർട്ട് ഫിലിമിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ആളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, നിഷ ഇടുക്കി. എന്തൊക്കെയുണ്ട് വിശേഷം? ഉം. എങ്ങനെയാണ് ഈ അലിയേട്ടന്റെ പെണ്ണ് ആൻസി എന്ന് പറയുന്നത്? അതല്ലേ ശരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നൊരു, എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? അത് ഞാനൊരു 3 വർഷമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അലിയേട്ടൻ്റെ ഡാൻസിന്റെ ഡയറക്ടറും കോളറേറ്റ് ഞങ്ങൾ അന്നേ കൂട്ടായിരുന്നു ലൊക്കേഷനിൽ വെച്ച് ബന്ധപ്പെട്ടു. അതായത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഇങ്ങനെ ബ്രൈറ്റ് വിളിച്ചിട്ടുണ്ട് പറയുന്നത്, ഞാനിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് അലിയേട്ടൻ്റെ ഡാൻസ് പെരേര വെച്ചിട്ടാണ്, അപ്പൊ ഹാറാട്ടനാണ് പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇനി 2 ദിവസം കഴിഞ്ഞപ്പോ ബ്രൈറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ആറാട്ടനും പിന്മാറി, അതിൽ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയില്ല ഇരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വിളിക്കാൻ പോകുന്നു. പിന്നെ പക്ഷേ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാ പ്രൊഡ്യൂസർ കിട്ടിയ, അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നോക്കാം, അതിനെ കുറച്ച് പൈസ ഉണ്ട്, ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അപ്പൊ ഈ റിയലും അലിജോസിനൊക്കെ ഞങ്ങൾ ലൊക്കേഷൻ ലൊക്കേഷൻ വെച്ചിട്ടാണ് റൈറ്റ് ഞാൻ പരിചയപ്പെട്ട തീക്കുരുവിൻ എന്ന് പറഞ്ഞ സിനിമ ലൊക്കേഷൻ അതില് അഭിനയിക്കാൻ പോയതാണ്. അങ്ങനെയാണ് ഞങ്ങൾ കമ്പനിയായി കൂട്ടായത്. നിഷ ഇടുക്കിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താവോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ആരാണ് നിഷ ഇടുക്കി? നിഷ ഇടുക്കി എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഒരു ആദിവാസി മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ സിനിമ മേഖലയിലൊന്നും പോയില്ല. എവിടെ ഇടുക്കിയിൽ എവിടെയാണ്? ഇടുക്കി കഞ്ഞിക്കുഴി, ഉടുമ്പൻ പഞ്ചായത്തിലെ മലയേറിയ ഹിന്ദു, അതായത് ആ ഒരു കഷ്ടപ്പെട്ടാണ് ഞാൻ. അപ്പൊ അത് ഒരു ആദിവാസി മേഖലയാണ്. അപ്പൊ അവിടുന്ന് ആദ്യമായിട്ട് വരുന്നത് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വന്നതാണ്. അങ്ങനെയാണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക് എത്തുന്നത്. അതായത് ഇപ്പൊ ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അവിടുന്ന്? പിന്നെ കിട്ടിയത് അതെങ്ങനെ? അത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഈ അഭിലാഷക്കായി ഞങ്ങൾക്ക് നേരത്തെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ തമ്മിൽ കൂട്ടുകാരായിരുന്നു. അപ്പൊ അതിലൊരാളാണ് എന്നെ വിളിച്ചത്, ഇങ്ങനെ ഒരു സിനിമ ലൊക്കേഷനിലേക്ക് ഷൂട്ട് കാണാനായിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയതാണ്. പോയപ്പോ സിനിമ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് പുറകു വന്നു, ഒരു ഡാൻസ് കളിക്കുന്നത് ചെയ്താണ്. അതേതായിരുന്നു സിനിമ? ഏതായിരുന്നു? അപ്പൊ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തീപ്പൊരി വെനിയിൽ തന്നെയാണ്. അതിനുശേഷം പിന്നെ എത്ര എണ്ണം ചെയ്തു? പോയി പിന്നെ കുറെ സിനിമ കിട്ടി. പക്ഷെ ആദ്യം പോയി സിനിമ ശരിക്കും പേര് നിഷ ഇടുക്കി തന്നെയാണ്. അത് ഈ സിനിമക്കാരിട്ട് വരാം, കോർഡിനേറ്റർമാരിട്ട് വരാം നിഷ ഇടുക്കുന്ന. അത് പിന്നെ നിഷ പി എസ് എന്നാണ് പേര്. അപ്പൊ അത് എനിക്ക് ഈ കോർഡിനേറ്റർമാരുടെ ഗ്രൂപ്പില് ഒരു സ്ഥലത്തിന് കൂട്ടിയിട്ടു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇരിക്കുന്നത് നിഷ ഇടുക്കി കിട്ടി ഓർത്തിരിക്കാൻ വേണ്ടി അങ്ങനെ ഇനി ആ പേരിലേക്ക് പോകുക. ഇപ്പൊ ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നാട്ടിലേക്ക് ഇപ്പൊ എങ്ങനെയാണ്? അല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വൈറലായിരുന്നു ഒരു ഇടയ്ക്ക്. ഇപ്പൊ പിന്നെ മാറി. കുറച്ച് പേർക്കൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അത് എന്നോട് പറയാറില്ല, ചേച്ചിയോട് അമ്മയോട് പറയാറുണ്ട്. ഇപ്പൊ ഇവിടെ എറണാകുളത്ത് സെറ്റിൽഡാണോ? അങ്ങനെയല്ല, ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നാട്ടില് എങ്ങനെയാ പോയിരുന്നത്? നാട്ടില് എന്താണ് ശരിക്കും നിഷ ഇടുക്കിയുടെ ഒരു വരുമാന മാർഗം എങ്ങനെയാണ്? വരുമാനം എനിക്ക് ഞങ്ങൾക്ക് ഒക്കുന്ന സ്ഥലത്ത് കുറച്ചൊരു 4 ഏക്കറോളം കൃഷിയുണ്ട്. അത് അന്വേഷിച്ച് അറിയാവുന്നതാണ്. അവിടെ ആദിവാസി മേഖലയാണ് അവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുരുമുളക്, റബ്ബർ, അതൊക്കെയാണ് കൃഷി. അതായത് കൃഷിയാണ് പ്രധാന വരുമാന മാർഗം അല്ലെ? താങ്കളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഇതുവരെ എത്തിയ ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണോ അതോ ആക്ടർ ആയിട്ടാണോ? അല്ല, പ്രൊഡ്യൂസർ ആയിട്ട് വന്നപ്പോഴാണ് വഴിത്തിരിവായി എന്നെ ആളുകൾ അറിയാൻ. കുറച്ച് കോർഡിനേറ്റർമാർക്ക് കുറച്ച് ആ ഗ്രൂപ്പിൽ കുറെ ആളുകൾക്ക് അറിയാവുന്നു. ഇപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? നമ്മൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ അവര് അവരുടെ കാര്യങ്ങളായിട്ട് പോകുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളായിട്ട്. ഇപ്പൊ എല്ലാരും തിരക്കായി അല്ലെ? എല്ലാരും എല്ലാവരുടേതായ കാര്യത്തിൽ തിരക്കായി. ഇനിയിപ്പോ ഇവരെ വെച്ചിട്ട് ഒരു വർക്ക് ഒക്കെ എന്തെങ്കിലും ഉണ്ടാവോ? 3-4 മാസത്തിനുള്ളിൽ
ഡേറ്റ് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ തുടർന്ന് എങ്ങനെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ മുന്നോട്ട് പോകാനാണോ അതോ ഒരു ആക്ടർ എന്ന നിലയിൽ മുന്നോട്ട് പോകാനാണോ ആഗ്രഹം? ഇപ്പൊ ഷോർട്ട് ഫിലിം ഇങ്ങനെ പിടിച്ച് അതൊരു വരുമാനത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. ഇത് എന്തെങ്കിലും പിടിച്ചോണ്ടിരിക്കും ഷോർട്ട് ഫിലിം അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലാതെ കഥ എഴുതുക, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാതെ കഥ എഴുതുക, ഡയറക്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതിന് നമ്മൾ കഴിയുന്നില്ല, തോന്നുന്നു ശ്രമിച്ചിട്ടില്ല. അല്ലാതെ ഇനിയിപ്പോ സിനിമയില് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? സിനിമയില് നാശിയാണ് പോയി ചോദിച്ചത്. അതിനുശേഷം ഓർമ്മ എന്നെ വിളിച്ചിരുന്നു, ചെറിയൊരു ഡയലോഗ് സീനാണ്. പക്ഷെ അങ്ങനെ പോകുന്നു വിളിക്കും. അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് എപ്പോഴെങ്കിലും ഒക്കെ? അടുത്ത ചെയ്ത ഓഫർ ചെയ്ത് അതിനുശേഷം വിളിച്ചു പോയി പോകാൻ പറ്റി. ഇനിയിപ്പോ ആൽബം ഇറങ്ങാനുണ്ട് അല്ലെ? ഇപ്പൊ താങ്കളുടെ ജീവിതത്തില് ഒരു സ്ത്രീ എന്ന നിലയിൽ താങ്കളെ ഏറ്റവും സ്വാധീനിച്ചൊരു വ്യക്തി ആരാണ്? ഒരു റോൾ മോഡൽ ആരാണ്? അതായത് താങ്കളുടെ ലൈഫിൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അവരുടെയൊക്കെ അഭിനയമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവരൊക്കെ അഭിനയിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറ്. താങ്കളുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ്? ഒരു അതായത് കരിയർ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു ദിവസം തള്ളി നീക്കുന്നത്? ഫോൺ എടുക്കുക, കളിക്കുക, വീട്ടുകാരെ വിളിക്കുക, എവിടെയൊക്കെ കറങ്ങാൻ പോവുക, അങ്ങനെയൊക്കെ തന്നെ. എന്താണ് ഹോബീസ്? എന്താ കറങ്ങാൻ? എങ്ങനെ ഒറ്റയ്ക്കാണോ അതോ സുഹൃത്തുക്കൾ ഉണ്ടാവും? ഇല്ല, ചിലപ്പോ ഒറ്റയ്ക്ക് പോകാറുണ്ട്. സിനിമ കാണാനൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി താങ്കളുടെ ലൈഫിൽ വന്നൊരു മാറ്റം എന്താണ്, ചേഞ്ച്? അത് പുറത്തിറങ്ങുമ്പോ ആളുകൾ തിരിച്ചറിയുന്നു. അത് നല്ല രീതിയിലാണോ എടുക്കുന്നത് അതോ? ഇല്ല, കാണുന്ന എല്ലാവരും നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് എടുക്കാറുണ്ട്. പിന്നെ ചോദിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന വിഷയങ്ങളെ കുറിച്ച് പരിചയപ്പെടാറുണ്ട്. നമ്മള് അറിയില്ലാത്ത ആളുകൾ പുറത്ത് വേറെ ജില്ലക്കാരൊക്കെ വന്ന് പരിചയപ്പെടുന്നുണ്ട്. എവിടെയെ കുറിച്ച് പൊതുവെ നിങ്ങളുടെ കൂടെയുള്ള ഈ പറയുന്ന സന്തോഷ് വർക്കി അല്ലെങ്കിൽ അലിൻ ജോസ് പെരേര, അഭിലാഷ് ആട്ട എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വീഡിയോസിന് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കമന്റുകളാണ്. താങ്കളുടെ വീഡിയോസ് അല്ലെങ്കിൽ താങ്കൾ ഇടുന്ന ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ്? ഉണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോ എന്നെ വിളിക്കുന്നത് ഞാൻ ഫാൻസ് ആക്കിക്കൊണ്ടിരിക്കുക. എന്നെ ആരെന്ത് വെച്ച് ഞാൻ എന്റെ അച്ഛനൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ലൈക്ക് ഇടും ഇല്ല, അത് ഞാൻ കണ്ടു പറയാറുണ്ട്. അപ്പൊ ഇവരിത് ഞാൻ അവരെന്ത് വിളിച്ച് ലൈക്ക് ഇട്ട് വരുന്നതനുസരിച്ച് നമ്മുടെ ഫാൻസായി മാറും. പിന്നെ തെറി വിളിക്കാൻ അതായത് അവർക്ക് റിപ്ലൈ കൊടുക്കും, കമന്റ് റിപ്ലൈ കൊടുക്കും. ചിലർക്ക് റിപ്ലൈ കൊടുക്കും, അല്ല അതെങ്ങനെ കണ്ടു പറയുന്നത് ലൈക്ക് ഇട്ടാണ്. അല്ല അതെങ്ങനെ ഫാൻസ് ആയെന്ന് എങ്ങനെ മനസ്സിലായത്? നമ്മളൊന്ന് സംസാരിക്കും. അതായത് ഈ കമന്റ് ഇടുന്നവര് പിന്നീട് നേരിട്ട് കാണും? അല്ല, നേരിട്ട് കാണുന്നല്ല, നേരിട്ട് കണ്ട ആൾക്കാരുണ്ട്. മെസ്സേജ് അയക്കും, ഇൻബോക്സ് ഉണ്ടല്ലോ, അതിലയച്ച് ചേച്ചി നിങ്ങൾക്ക് ഇത്ര പാവം ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മെസ്സേജുകൾ. ഇതേപോലെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റ് ആണ് 500 രൂപയുടെ കേസിൽ എന്തോ ഒരു 1500 രൂപയ്ക്ക് കിട്ടുമോ അങ്ങനെ എന്തോ അല്ലേ? അത് ഭയങ്കര വിവാദമായിരുന്നു. ആ ഒരു സംഭവം എന്തായിരുന്നു അത്? അതൊരു കമന്റ് ഇട്ടത്. അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി വരുന്ന ആ ടൈമിലല്ലേ. അപ്പൊ അങ്ങനെ ഒരാളെ കമന്റ് ഇട്ടു. ഞാൻ അതിന് ചെന്ന് തിരിച്ചതിനെ കമന്റ് കൊടുത്തിരുന്നു. പക്ഷെ അതെന്റെ ചാനൽ പറയേണ്ടി വന്നു. അങ്ങനെയാണത് ഭയങ്കര. അല്ല ആ ആള് ആ കമന്റ് ഇട്ടതിന് ശേഷം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്തു. അല്ല ഈ പറയുന്ന ആള് ഫാനായ ഫ്രണ്ടായ അങ്ങനെയാ? കാരണം നമ്മൾ ഞാനത് പ്രതികരിച്ചു അറിയപ്പോ തന്നെ പിന്നെ ഒരു അക്കൗണ്ട് കിട്ടുന്നത് ഞങ്ങൾ എല്ലാവരും മാറി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അക്കൗണ്ട് ഫേസ്ബുക്കിൽ ഇല്ല. അത് ചിലപ്പോ നിങ്ങൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ കൊടുത്തോണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഉള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഇങ്ങനെയൊക്കെ പോകണം. ശരിക്കും ഈ ഷോർട്ട് ഫിലിം ഒക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിങ്ങനെ എടുക്കുക എന്നൊക്കെ പറയുന്നത് ലാഭകരമാണോ? അതായത് ഇതിനകത്തേക്ക് പുതിയ ഒരു ആളുകൾ വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എപ്പോഴും നമ്മൾ കുടുംബങ്ങളെയാണ് അവസരം കൊടുക്കുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. കാരണം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് എനിക്കറിയാം, അഭിനയിക്കാൻ അറിയാവുന്ന ഒരുപാട് ആളുകളായിരുന്നു. പക്ഷെ അവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്റെ അടുത്തുള്ളവർക്ക് ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഞങ്ങൾ ആൽബം ചെയ്തപ്പോ ഒരു പരിചയമില്ലാത്ത ആദ്യമായിട്ട് ക്യാമറ മുന്നിൽ വന്നൊരു ആൽബം സോങ് ആണ്. അപ്പൊ അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ആരായിരുന്നു, എങ്ങനെയായിരുന്നു? അത് ഓൾറെഡി തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞാനാണ്. അപ്പൊ അതിനകത്തൊരു കുടുംബമായിരുന്നു ആദ്യമായിട്ട്.
അപ്പൊ എങ്ങനെയാണ് ആ ആളുകളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഞാൻ ഞാനൊന്നും ചെയ്യാറില്ല, എല്ലാം ഡയറക്ടർ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഡയറക്ടറിന്, അതായത് അവരാണ് സെലക്ട് ചെയ്യുന്ന ആളുകൾ. പണം മുടക്കൽ മാത്രമേ ഉള്ളൂ, പണം മുടക്കൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. അവരുടെ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവര് ആ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള ആളാരാണെന്നുള്ളത് അവർക്കറിയാം. ഞാനത് എടുത്തോളം പറയും. പിന്നെ അവരെനിക്ക് ഫോട്ടോ ഇട്ട് തരും, ഇന്ന ആളാണെന്ന്. എല്ലാം ഒന്ന് സ്വാതന്ത്ര്യം. ഈ അലിയേട്ടന്റെ പെണ്ണ് ആൻസി അലിൻ ജോസ് പെരേര ആണ് ഓൾറെഡി അഭിനയിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരുന്നു? അറിയാമായിരുന്നു. ഞാൻ എന്റെ സ്ക്രിപ്റ്റ് പോലും കേൾക്കാതെ റൈറ്റിനെ കിട്ടിയെന്ന് ഒരു ആളില്ലാതെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാളില്ലാതെ വന്നപ്പോ ഞാൻ പറഞ്ഞതാണ്. അന്ന് ഒരു രാത്രി ഉണ്ടാകുന്ന റൈറ്റ് കഥ മാറ്റി എഴുതി. ഞാനത് കേട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ആ ലൊക്കേഷനിൽ വന്നപ്പോഴാണ് എടുത്ത് വായിച്ചു നോക്കുന്നത്. എത്ര രൂപ ചെലവായ ഒരു ഷോർട്ട് ഫിലിം മൊത്തത്തിൽ? അത് മൊത്തം ഒരു 24 അതിപ്പോ നിങ്ങൾക്ക് ലാഭകരമാണോ അതോ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ അലിയേട്ടന് പെണ്ണെന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ നല്ല ബഡ്ജറ്റ്, അത് മൂല്യമുണ്ട് ആ ഒറ്റ ഇതുകൊണ്ട്. അതുകൊണ്ട് എനിക്കത് ലാഭം തന്നെ പറയുന്നത്. അതായത് ആ ഒരു ആ ഒറ്റ വർക്ക്കൊണ്ട് നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. അതായത് ആളുകൾ തിരിച്ചറിഞ്ഞതാണോ അതോ? തിരിച്ചറിയാൻ മാത്രമല്ല, നമ്മുടെ ചാനല് റീച്ചായി ഒറ്റ അപ്പൊ അതിനുശേഷം പിന്നീട് വർക്കുകൾ ഇടുമ്പോ നിങ്ങൾക്ക് പണം കിട്ടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത് ലാഭകരമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അലിയേട്ടന്റെ പെണ്ണ് ആൻസി ഇറങ്ങിയപ്പോ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ നന്നായിട്ട് ബാധിച്ചോ? ഞാൻ ഫൈറ്റ് ചെയ്തിരുന്നു. എങ്ങനെ? എനിക്ക് കമന്റുകൾ അവരുകൊണ്ടുവന്നെ നമുക്കറിയായിരുന്നു. ആ ലൊക്കേഷൻ വീട്ടിൽ ഫുൾ എന്റെ കയ്യിലുണ്ട്. 24 മണിക്കൂർ ഷൂട്ടായിരുന്നു. ഇടയ്ക്ക് വിശ്രമമൊക്കെ ഉണ്ട്. ഒരു ദിവസം ഷൂട്ട് ചെയ്തല്ലേ? ഒറ്റ ദിവസം കൊണ്ട്. അപ്പൊ മൊത്തം ലൊക്കേഷൻ വീട്ടിൽ അത് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു, താങ്കൾ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു. രാവിലെ മുതല് പാക്കപ്പ് വരെ ഉണ്ടായിരുന്നു. എല്ലാവരും വിട്ടതിന് ശേഷം കുറച്ചു പേരെ ഞാൻ എന്റെ കാവലാണ് കൊണ്ടുപോയി ബൈക്കിലെ പാക്കറ്റ്. അപ്പൊ ആ വിവാദങ്ങളിലൊന്നും സത്യമില്ലാന്നാണ് പറയുന്നത്? അതെല്ലാം വെറുതെ കരുതിക്കുട്ടി പ്ലാൻ ചെയ്ത് റീച്ചിന് വേണ്ടിയിട്ട്? റീച്ചിന് വേണ്ടിയാന്ന് ഞാൻ പറയില്ല. അവര് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. അവര് അതിനകത്ത് അഭിനയിച്ച നായകനും നായികനും അവരുടെ പേര് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇഷ്യൂ കാരണം നിങ്ങളുടെ ലൈഫിനെയും നല്ലപോലെ ബാധിച്ചില്ലേ? പുറത്തിറങ്ങുമ്പോൾ പിന്നെ എന്റെ വീട്ടുകാരൊക്കെ ചോദിച്ചായിരുന്നു ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. എനിക്കറിയാവുന്ന സത്യം ഉണ്ടാവുന്നുള്ളൂ. കാരണം വെച്ചാൽ നമ്മളിതെല്ലാം കൺമുന്നിൽ കാണുന്നത്. അപ്പൊ അതിനകത്തൊരു അന്ന് പ്രതികരിച്ചിരുന്നു അതിനെ പറ്റിയിട്ട്? ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപാട് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇനി റെഡിമേഡ് എടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ അതും പ്രൊഡ്യൂസ് ചെയ്തത് താങ്കളാണോ? അല്ല, ഞാൻ എടുത്തു മാത്രം. അതായത് ഡിസ്ട്രിബ്യൂഷൻ. റെഡിനൈറ്റിലും ഇതേപോലെ തന്നെ അതായത് ഇതിനകത്ത് ഇല്ലാത്ത ആളാണ്. അതെന്തോ എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ ഇങ്ങനെ ഒന്ന് വെറുതെ മനഃപൂർവ്വം? അതിന്റെ ഡയറക്ടർ വിനീതാണോ? ബ്ലഡി നൈറ്റ് വിനീതാണ് ഡയറക്ട് ചെയ്തത്. അലിയേട്ടന്റെ പെണ്ണ് ആൻസി ഓൾബ്രൈറ്റ് അല്ല, അത് ഓൾബ്രൈറ്റ് ഡയറക്ട് ചെയ്തു. ബ്ലഡി നൈറ്റ് വിനീത് ഡയറക്ട് ചെയ്തു. ഇത് പക്ഷെ വിതരണത്തിനെടുത്തത് നിങ്ങളാണ്. അതിനുശേഷമാണ് പിന്നെ വീണ്ടും ആ വിവാദം വന്നത്. അതിനാണ് നമ്മുടെ എല്ലാവരും ഒന്നിച്ച് വന്നത്. അപ്പൊ ഇവരെ പറ്റി ഞാൻ ഒരാളെ തുടങ്ങി. ഇപ്പൊ ഇവരെ പറ്റിയുള്ള അഭിപ്രായം, ഇപ്പൊ അലിൻ ജോസ് പെരേരനെ പറ്റി നിഷ ഇടുക്കിയോട് ചോദിക്കുകയാണ്, അലിൻ ജോസ് പെരേരനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊരു സാധാരണക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാൻ? ആള് സോഷ്യൽ മീഡിയ വരുമ്പോൾ മാത്രം കോമാളിത്തരം കാണിക്കുന്നു. സോഷ്യൽ മീഡിയ അല്ലാതെ ആള് ജനുവനായിട്ട് തന്നെ. നിങ്ങളോടൊക്കെ എങ്ങനെയാണ്? നല്ല ഫ്രണ്ട്ഷിപ്പാണ്. എപ്പോഴും എവിടെയൊക്കെ പറയാറുണ്ട്, അമ്മ വെഡിങ് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെയാണ്. അമ്മയുടെ സന്തോഷ് വർക്കി അണ്ണനായിട്ട് അങ്ങനെ വലിയ ഇതില്ല. കാണുമ്പോഴുള്ള സൗഹൃദം അവന്റെ വീട്ടിൽ പോയി അങ്ങനെയാണ്. അഭിലാഷാട്ടയം എന്ന് പറഞ്ഞാൽ ഈ ഫിലിം ഫീൽഡിൽ വരുന്നതിന് മുന്നേറ്റുള്ള ഒരു ബന്ധമാണ്. ഒരു കൂട്ടാണ്. അതെങ്ങനെ പരിചയം? അത് എന്റെ ഒരു കൂട്ടുകാരി അല്ലായിരുന്നു, ഒരു ഫാമിലി ഫ്രണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു ഷോ ഉണ്ടായിരുന്നു, ഒരു ധാരണ. അങ്ങനെ ഒരു ദിവസം പാടൂ ഇല്ല, പിന്നെ പാടില്ല, വെറുതെ വിളിച്ച് കാണാനായിട്ട്. അവര് പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനായിട്ട് വീട്ടിലെടുക്കാൻ കൊടുത്തതാണ്. അല്ല അന്നപ്പോ മീഡിയ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, അവരിവിടെ പാടുമ്പോ
എന്നോട് പറഞ്ഞിട്ട് നീ ഒന്ന് വന്ന് സഹായിക്കുക. അങ്ങനെ ഞാൻ പോയിട്ടാണ് അതെവിടെയായിരുന്നു? അത് മൂവാറ്റുപുഴയില് സ്കൂളായിരുന്നു. പക്ഷെ ഞാൻ അവരുടെ ഒപ്പം തന്നെ സ്റ്റേജ് കയറി ചെറിയ രീതിയിൽ. അത് ഈ സിനിമയിൽ തീപ്പൊരി പെണ്ണിലൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പാണ്. അതെ അതെ. ആദ്യം ഉണ്ടായിരുന്ന ഒരു അവരുടെ ഒരു പയ്യനാണ് അവരുടെ കുറച്ച് ഉണ്ടായിരുന്നു. അത് സിനിമയിലേക്ക് ഇപ്പൊ ഇതുവരെയുള്ള നിങ്ങളുടെ ഈ ഒരു കരിയർ അല്ലെങ്കിൽ തീപ്പൊരി പെന്നി മുതൽ ഈ ഒരു ഇപ്പൊ പുതിയ ആൽബം ഇറങ്ങാൻ പോകുന്നത്, ഇതുവരെയുള്ള ഒരു നിമിഷത്തിൽ നിങ്ങൾ സംതൃപ്തവാനാണോ? പേര് പറഞ്ഞില്ല. പുതിയ ഇറങ്ങാൻ പോണ അഴക്, ഇതുവരെയുള്ള ഒരു കരിയർ എടുത്ത് നോക്കുമ്പോ ഇതൊക്കെ നോക്കുമ്പോ ഞാൻ വളരെ അതായത് ഇപ്പാണ് ഇവിടെ അടിച്ചുപൊളി ജീവിതം. അത്യാവശ്യം ഒരുപാട് ഇടയ്ക്ക് ഇവിടെ താമസിക്കുന്നത്. അപ്പൊ പെരുമത്ത് ഫ്രണ്ട്ഷിപ്പില് അടിയിലൊക്കെ ഉണ്ടോ? അതായത് നിങ്ങളിപ്പോ ആരെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ട് പരസ്പരം, അതായത് അലിൻ ജോസ് പെരേരയുടെ ഒരു കല്യാണത്തിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് നിഷായിക്ക് എനിക്ക് തോന്നുന്നു എന്തോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പല പല പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ പരസ്പരം അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാറുണ്ട്. അല്ല നേരിട്ട് അവൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. പക്ഷെ അന്ന് എന്നെ വീഡിയോ വിളിച്ചിരുന്നു. ഞാൻ ഫോണെടുത്തില്ല. 3-ാമത്തെ ദിവസം അതെന്താ? എനിക്കറിയാം എന്തിനാ വിളിക്കുന്നത്. വിളിക്കുന്ന വീഡിയോ ഡിലീറ്റ് അടിക്കാറാന്ന് പറയാൻ എനിക്ക് അറിയാം. അതിന്റെ ഡിലീറ്റ് ചെയ്തു ഇപ്പൊ? അത് 2 ലക്ഷം അല്ല 5 ലക്ഷത്തിന് മുകളിൽ ഇതൊരു ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് ഡിലീറ്റ് ചെയ്യണം എന്തിനാ? അത് ഞാൻ എന്നെ സംബന്ധിച്ചത് അംഗീകരിക്കുന്നില്ല. കാരണം അവരെ സ്ക്രീൻ വാങ്ങിയപ്പോ അവിടെ വന്നിട്ട് അങ്ങനെ വിവാഹവും കഴിക്കുന്നു. വ്യത്യാസം അവർ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. അല്ല, ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി പറഞ്ഞിട്ടാണ് ആ ഒരു കണ്ടന്റ് ചെയ്തത്. അങ്ങനെയാണ് അവർ പറഞ്ഞത് നമ്മുടെ ചാനലിൽ വന്ന് ഇന്റർവ്യൂ. ഞങ്ങൾക്കറിയാമായിരുന്നു അത് കണ്ടതേ. ഞാൻ അന്നേരം അവരുടെ 2 കോർഡിനേറ്റേയും പറഞ്ഞു ഇതിനുള്ള മറുപടി അല്ല അങ്ങനെ അലിൻ ജോസിന് പെണ്ണ് കിട്ടി. ഇതിനുള്ള മറുപടി 2 ദിവസം ഞാൻ അലിൻ ജോസ് തന്നെ സോഷ്യൽ മീഡിയ വന്ന് പറയുന്നതായിരുന്നു. വായിച്ചവർക്ക് മനസ്സിലായെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇവരെ പോലുള്ള ഒരു മനഃപൂർവ്വം ജനങ്ങളെ വിഡ്ഢികളാക്കി ഇതേപോലത്തെ കോണ്ടന്റുകൾ ചെയ്യുന്നതിനെ പറ്റി ഇപ്പൊ കുറെ പേര് അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവരൊരു പിടിവള്ളി ഇട്ട് കൊടുക്കും. ഇപ്പൊ കുറെ പേര് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതിന് തുടക്കം ചെയ്തത് ഇവരല്ലേ കേരളത്തില്, അതായത് മലയാളത്തില്. എനിക്ക് തോന്നുന്നു വേറൊരു സംസ്ഥാനത്ത് ഇങ്ങനെയൊന്നും നടക്കുന്നില്ല, ഇതുപോലുള്ള ആളുകളില്ല. അപ്പൊ എനിക്ക് ഇത് നമ്മുടെ തലമുറയെ നല്ല രീതിയിൽ മോശമായിട്ട് ബാധിക്കില്ലേ? അതെ, ലിപ്പിലോ എന്താ ലോക്ക് ചെയ്തത്. അത് പക്ഷെ ഒറിജിനൽ ആയിട്ട് ചെയ്താണല്ലോ. സിനിമയിൽ വരെ ക്യാമറ ട്രിക്കാ. അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് തെറ്റാണ് കിടക്കുന്നത്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു വിളിച്ച പുള്ളി. ഇല്ല ഡിലീറ്റ് ചെയ്യുന്നതിന് ആരും പറയല്ല. പക്ഷെ വിളിക്കും. എന്തിനാണ് ഇവരിങ്ങനെ റീച്ച് ഇങ്ങനെ? നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു അടുപ്പിലിട്ടിട്ട് അപ്പം പുള്ളി റീച്ച് ആവുന്നതിന് വേണ്ടിയിട്ടാണ് സംബന്ധിച്ച് ചാനലുകാരൊക്കെ വിളിച്ചത്. റീച്ച് ആവുന്നതിന് മുമ്പ് കോമഡിയിലൊക്കെ പോയത്. പുള്ളി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. റീച്ച് ആവുന്നതിന് വേണ്ടി അത് ഇതേപോലെ കോമാളിത്തരങ്ങൾ കാണിക്കണോണ്ടായിരിക്കും തോന്നുന്നുണ്ടോ? അല്ല, പക്ഷെ അത് റീച്ച് നിലനിർത്താൻ വേണ്ടിട്ട് ഇതേപോലത്തെ കോമാളികളി മാത്രല്ല, പക്ഷെ സമൂഹത്തിന് എന്താണ് ഇവരൊരു മെസ്സേജ് കൊടുക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നവര് തന്നെ, നമ്മള് ഇപ്പൊ അവരറിയുന്നവരാണ്, നമുക്കറിയാവുന്നത്. പക്ഷെ നമ്മൾ തന്നെ കാണുമ്പോൾ നമുക്ക് ഇത് എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. അപ്പൊ ഇവരോട് ഇത് ചർച്ച ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യല്ലേ. അപ്പൊ എന്താ പറയാറ്? അതായത് റീച്ചിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാണ് ഇവര്. അല്ലെങ്കിലും ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന തന്നില്ലാത്തവരാണല്ലോ. എന്താ പറയാ, സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഒരിക്കലും വരില്ല. നിഷാടിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ കോണ്ടന്റുകൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനത്തെ ചെയ്തിട്ടില്ല. അല്ലാതെ റീൽസ് ആയിട്ട് പാട്ട് ഏതാണോ അതനുസരിച്ച് നമ്മൾ പാട്ട് നോക്കും.
ഫിലിമിലാണ് ഇങ്ങനെ ചെയ്തത്. അതനുസരിച്ചിട്ട് ഒരു വരി 2-3 വരി പോലും ചെയ്യാം. ഇവരാരെങ്കിലും പറയാറുണ്ട് ഇങ്ങനെ ചെയ്യേ റീച്ച് നിലനിർത്ത്, റീച്ച് ഉണ്ടാക്ക്? ഞാൻ റീച്ച് ചെയ്ത് റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മോശം വന്നിട്ടില്ല. എന്റെ കുട്ടികൾക്ക് ഉൾപ്പെടെ കാണാൻ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടുകാരെ കുട്ടികൾ, കാരണം ഞാൻ ആ റീൽസ് ഒക്കെ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാറുണ്ട്. ആ രീതിയിൽ ഞാൻ എടുക്കാറുണ്ട്. പിന്നെ ഞാൻ കേട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലെ ട്രോളാണ് നിഷ ഇടുക്കി കൂട്ടിക്കൊടുപ്പുകാരിയാണ്, ഷോർട്ട് ഫിലിമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊടുക്കാനാണെന്നുള്ള രീതിയിൽ. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് വേറെ ആൾക്കാർ വളരെ കള്ളപ്പണം പഠിപ്പിക്കാമെന്നൊക്കെ പറയുന്നത്. അതെ അതെ അതെ. അതൊക്കെ ഈ അലിയാറിന് വേണ്ട ആൻസി ചെയ്തതിന് ശേഷം വന്ന് കിടക്കുന്ന കമന്റുകളാണ്. അതൊന്നും വരുന്നുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അല്ല, അതിന് പ്രതികരിക്കാറില്ല. ഇപ്പൊ ഇവര് ഇതുപോലെ ചെയ്യുമ്പോ പ്രതികരിക്കാറുണ്ടല്ലോ. ഞാൻ എന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ചിലർക്ക് ഞാൻ പ്രതികരിക്കാറുണ്ട്. ഞാൻ അന്ന് അവരോട് പറയുന്നത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. തെളിയിക്കും, വെറുതെ കമന്റ് ഇടാതെ തെളിയിക്കാം, അങ്ങനെയാണ് പറയാറ്. ചിലര് പറയാറുണ്ട് ഒരുപാട് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ. എന്റെ ഫാമിലി ഞാൻ ഇന്ന് വരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, പറയാറില്ല. എന്നിട്ട് പോലും ഫേക്ക് ഐഡിയകളൊക്കെ വന്നിട്ട് ഫാമിലിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ പറയുക, അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് ഫാമിലി ഇടുക്കിയിലാണ്. ആരൊക്കെ ഉണ്ട് ശരിക്കും വീട്ടില്? കുട്ടികളുടെ ഹസ്ബൻഡ്, ഇവരൊക്കെ മക്കളെന്താ ചെയ്യുന്നത്? എത്രയില? ചെറിയ കുട്ടികളാ. ഇപ്പൊ ഫാമിലി എന്ന് പറയുന്നത്. അല്ല, ഇവരൊക്കെ സപ്പോർട്ടാണോ നിഷ ചേച്ചിയുടെ ഒരു കരിയറില്? കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ചേച്ചിയുടെ കുട്ടികള്, എന്റെ കുട്ടികള്, അമ്മയുടെ കുട്ടികള് ഏകദേശം എല്ലാവരും ഒരേ ഏജ്. അവരെല്ലാം അവിടെയാണോ സെറ്റിൽഡ്, അതോ ചേച്ചിയുടെ കൂടെ ഇവിടെ ഉണ്ടോ? അല്ല, അവരവിടെ. ഫാമിലി പറയാതെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയ ഇരുന്നു, എനിക്കും ഏകദേശം ചില സമയത്തൊക്കെ തൊഴിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് കുട്ടികളിലേക്ക് ചെല്ലരുത്. അതുകൊണ്ട് കുട്ടികൾ ഞാൻ ആർക്കും. അത് നല്ലൊരു കാര്യം. കാരണം അതെ അതെ അതെ, നമ്മള് സോഷ്യൽ മീഡിയയില് നിൽക്കുമ്പോൾ ചിലപ്പോ നമ്മൾ കാരണം വേറൊരാളെ ബാധിക്കരുത്. അതിന്റെ ഇടയ്ക്ക് എന്റെ വീട്ടിൽ കല്യാണമൊക്കെ നടക്കും. കല്യാണം നടക്കും, മരണം നടക്കും, ഇതൊന്നും ഞാൻ ഇടാറില്ല. ഈ ആൾക്കാർക്കൊക്കെ മരണമൊക്കെ നടക്കും, പക്ഷെ അതിന്റെ ഇടയ്ക്ക് കല്യാണം ചെല്ലണം ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് നമ്മുടെ ഫാമിലി ആരാണെന്ന് വെച്ചത് അങ്ങനെ അതിന്റെ താല്പര്യം. ഇവരൊക്കെ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്? ഇപ്പൊ നിങ്ങളുടെ ഈ സുഹൃത്തുക്കള്, സോഷ്യൽ മീഡിയ സുഹൃത്തുക്കള്? ഇല്ല, അതല്ല, ഞാൻ വിളിക്കാറുണ്ട്. ഇടുക്കിയിലൊക്കെ കാരണം നമ്മുടെ വീടിന്റെ അടുത്ത് പണി ഒക്കെയുണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട്, ഭയങ്കര വലിയ പറഞ്ഞിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണോ? അതെ അതെ. അപ്പൊ അവിടെയൊക്കെ കാണാനൊക്കെ നല്ല രസമൊക്കെ. ഞാൻ പറഞ്ഞു. ഇപ്പൊ നിഷ ഇടുക്കിന്ന് പേരിലുള്ളതുകൊണ്ട് ചോദിക്കാം, ഇടുക്കിയുടെ വികസന കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മുടെ മന്ത്രി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം വഴിയൊക്കെ നല്ല കുറച്ചൊക്കെ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന, വികസനത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഇതെല്ലാം തന്നെ സ്കൂളുകളാണ് ഹൈടെക് വന്നു. കാരണം ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പൊ ഹൈടെക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാനൊക്കെ നടന്നു പോയി പഠിച്ച 5 കിലോമീറ്റർ. അന്ന് ഇതൊന്നുണ്ടായിരുന്നല്ലോ. ഓക്കെ ഓക്കെ. ഞാൻ ആദിവാസിയാണ്. ഞങ്ങൾക്കൊരു ഊരാണ്. അപ്പൊ 5 അതായത് ബസ് സ്റ്റോപ്പിലേക്ക് സ്റ്റോപ്പില്ല, സ്കൂളിലേക്ക്. അന്ന് അങ്ങോട്ട് ബസ് ഇല്ല. ബസ് പോലും ഇല്ല. ഓക്കെ ഓക്കെ. ബസ്സൊക്കെ ആയി, KSRTC ആയി, 1-2 പ്രൈവറ്റ് ഒക്കെ കയറി. നല്ല വളവും തിരിവും. അതായത് ഇപ്പൊ കുട്ടികൾക്ക് എന്തായാലും ഹൈടെക്കായി, ഇപ്പൊ വാഹനങ്ങളായി, നല്ല സൗകര്യങ്ങളായി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറണം, ഇവിടത്തെ ഒരു ലൈഫ് ഒക്കെ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആസ്വദിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം എന്നൊക്കെ തോന്നാറുണ്ടോ? ആണോ? ഭയങ്കര ശബ്ദം പോലെ. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ നിലനിൽക്കാനുള്ള ഒരു കാരണം? അത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണോ അതോ? ഇതിലേക്ക് വന്നത് താല്പര്യമില്ല, അതാ ഞാൻ ചോദിച്ചത്. പിന്നെ അതിലേക്ക് വന്ന എല്ലാവരും പരിചയം, കമ്പനിയായി, നല്ലൊരു എൻജോയ്മെന്റ് വന്നപ്പോ എല്ലാവരുമായിട്ട് നമുക്ക് പുതിയ പുതിയ ആളുകളായിട്ട് പരിചയം. അപ്പൊ അത് ഇഷ്ടായി. ഇപ്പൊ നിലവിൽ ഈ പറയുന്ന വർക്കുകളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ അതോ പുതിയ സിനിമകൾ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഈ നമ്മുടെ ഇപ്പൊ തലമുറ, ഇപ്പൊ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ ഈ അലിൻജോസ് പെരേരയുടെ ഒക്കെ വീഡിയോ കാണുന്ന ഒരു യുവതലമുറ ഉണ്ട് വളർന്നു വരുന്നത്. അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവരൊക്കെ കമന്റ് ചെയ്യാറുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, വളർന്നു വരുമ്പോ അവരൊക്കെ അവരുടെ അച്ഛനമ്മയെ അലിൻജോസ് പെരേര ആരായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ ഓരോരുത്തർ കത്തിച്ചുകൊണ്ടിരുന്നവരല്ലേ. കാരണം ഇവര് സമൂഹത്തിൽ നിന്ന് ഒരു സന്ദേശം കൊടുക്കുന്നില്ലല്ലോ.
ഉം. വളർന്നു വരുന്ന തലമുറയ്ക്ക് കണ്ടു പഠിക്കാതിരിക്കട്ടെ. അതായത് അഖിൽമാലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് പറഞ്ഞോണ്ട് ഞാൻ ആലോചിച്ചത്, അഖിൽമാലത് പറഞ്ഞിട്ടുണ്ട് ഇവരെ പോലെ കോമാളിത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് വരും തലമുറ അല്ലെങ്കിൽ ഇത് കാണുന്ന തലമുറയെ വളരെ മോശമായിട്ട് സ്വാധീനിക്കും. അതായത് ഇനി വരുന്ന ആളുകൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ എന്ത് ചെയ്താലും പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാം എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ പോകും. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്. അതല്ലേ പറഞ്ഞ ഇനി വരുന്ന തലമുറ ഇത് കണ്ടു പഠിക്കാതിരിക്കട്ടെ. അലിൻ ജോസ് അവരൊക്കെ ഇപ്പൊ ചെയ്യുന്നത് കാരണം അവര് പക്ക കോമാളിത്തരമാണ് കാണിക്കുന്നത്. പിന്നെ കോമാളിത്തരമാണ് അതിലൂടെ അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവരെ എന്റർടൈൻ ചെയ്യാണെന്ന് പറഞ്ഞാണ് ഞാൻ. അതായത് ഇത് കാണുന്ന ഒരു കൂട്ടം ആളുകൾ, ഇവര് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. എല്ലായിടത്തും ഇല്ലല്ലോ. അല്ല ഞാൻ ചോദിച്ചത്, ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ടാവും, ഇത് കണ്ടു ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളായ ഘട്ടങ്ങളിലൂടെ പോകുന്നുണ്ട്. ഇത് കണ്ട് ചിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇവരെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ, അതായത് അതിലിപ്പോ പണക്കാരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിലോ? അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തിരിച്ചിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് അല്ല, അത് ഒരുപാട് ഓഡീഷൻ, ഇപ്പൊ സിനിമയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഓഡീഷൻസ് ഉണ്ട്, ആ കഴിവ് നോക്കും, അങ്ങനെയൊക്കെയാണല്ലോ. ഇതിന് നല്ലൊരു ഇതിലൂടെ പോവാണെങ്കിൽ എനിക്ക് ആറാട്ടിന് 2-3 തവണ വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ അലിൻജോസിനെയൊക്കെ ബിഗ് ബോസ് വിളിക്കണം. കാരണം ജെനുവിൻ ആയിട്ടുള്ള അലിൻജോസ് എന്താണെന്ന് ജനങ്ങൾ അറിയണം. അല്ല, അത് ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്താ ഗുണം? അല്ല, ജെനുവിൻ ആയിട്ടാണ്. ഇപ്പൊ അവർക്ക് ഒരു ചിത്രമുണ്ട് സോഷ്യൽ മീഡിയ കോമാളി അല്ലെങ്കിൽ കോമാളിത്തരം കാണിക്കുന്നു. അതായത് ശരിക്കും എന്താണ് അലിൻ ജോസ് പെരേരാന്നും കൂടി ജനങ്ങൾ അറിയാൻ വേണ്ടിട്ട്. പക്ഷെ ഞാൻ അലിൻജോസിന്റെ അമ്മൂമ്മയ്ക്ക് വയ്യാതെ നടന്നപ്പോ പോയിരുന്നു, വീട്ടിൽ പോയിരുന്നു. ഞാൻ വീട്ടിൽ പോയിരുന്നു. അന്ന് ഞാൻ അവിടെ കണ്ടത് വേറെ അലിൻ ജോസ് ആയിരുന്നു. സോഷ്യൽ മീഡിയ കാണുന്ന ആളെ അല്ല. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഞാൻ ചെല്ലുന്നു, അവിടെ വരുന്നു, കാണുന്ന സ്ഥലം കാണിച്ചിരുന്നു, എന്നെ വിളിച്ച് റൂമിൽ കൊണ്ടുവന്നു, അമ്മൂമ്മയെ കാണിച്ചു തരുന്നു, എന്തൊക്കെ നല്ലൊരു ഇതായിരുന്നു. ആ കോമഡിത്തരേ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ കൊണ്ടു എന്റെ കാർ വിളിച്ച് ഡ്രൈവർ വരായിരുന്നു, ഇത് ഈ അലിൻ ജോസ് തന്നെയാവും ചോദിച്ചു. കാരണം അവരൊക്കെ സംസാരിച്ചു. കാരണം അവിടെ ചെറിയപ്പോ ആള് വേറെ ജനമേ. അതായത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന, അതായത് ഈ സന്തോഷ് വർക്കി, അലിൻ ജോസ് പെരേര, അഭിലാഷ് ആട്ടയം എന്നുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫില്, റിയൽ ലൈഫില് ഇതെല്ലാം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാനും ബിഗ് ബോസിൽ കയറാനും സിനിമയിൽ കയറാനും ഒക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് ഇപ്പൊ നിഷാടിക്ക് പറയുന്നത്. അപ്പൊ അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അല്ലേ? അതിനാണ് ഇവര് ബിഗ് ബോസിൽ കയറണം എന്ന് പറഞ്ഞത്. ഞാൻ പോലും ആറാട്ടണ്ണൻ അഭിനയിച്ചതിന്റെ പേരിലാണ് മനസ്സിലായില്ല. ബ്രെഡിലേക്ക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഞാൻ ഇതിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ കാരണമാണ്. എന്തുകൊണ്ട്? ആറാട്ടണ്ണൻ അഭിനയിച്ചുകൊണ്ട്. കാരണം ആറാട്ടണ്ണായിട്ട് ഞാൻ നേരത്തെ പേപ്പറുകളിലൂടെ മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലായി. അല്ലാതെ ഞാൻ നേരിട്ട് കാണാത്ത ഒരാളായിരുന്നു. നേരിട്ട് ഞാൻ ആറാട്ടണ്ണൻ പറഞ്ഞ ബ്രെഡിലേക്ക് എടുത്തതിന് ശേഷമാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇവര് കാരണം തന്നെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി, സിനിമയിൽ ചെയ്യാൻ പറ്റിയല്ലേ. മീഡിയാസ് ഒരുപാട് നമ്മൾ കവർ ചെയ്യാൻ പറ്റി. ഒരുപാട് മീഡിയാസ് വരാൻ പറ്റി. പിന്നെ അവരുടെക്ക് കുറച്ച് സിനിമ റിവ്യൂകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താണ് അത് നിർത്തിയത്? ഇപ്പൊ സിനിമ കാണാറുണ്ടോ? ഞാൻ ഒന്നെങ്കിൽ ലുലുമാളിൽ പോകും, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സുന്ദരികളവ് കണ്ടത് മാതാരി പോയി. അതായത് ഇപ്പൊ നിങ്ങൾ ആരും വനിതാ വേദിയിലേക്ക് വരാറില്ല? ഇല്ല, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷെ അവരാരും വരാറില്ല. അവർക്ക് വിലക്കൊന്നും വരാറില്ല. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അവർക്ക് വിലക്കെന്താണ് അവരാ പറയുന്നത്. അല്ലെ, അങ്ങനെ വിലക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതായത് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പാടില്ല. അല്ല, അതാ ഞാൻ ചോദിച്ചാ, വിലക്ക് ഏർപ്പെടുത്താൻ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പെടുത്താം. അവരോട് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അവിടെ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞതിന് ശേഷം ചെയ്തിട്ടില്ല. കാരണം 5 ദിവസം ആണെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അതുപോലെ വാക്ക് വരുന്നതാണ്. ചെയ്യില്ല, ഡാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇവര് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നത് തടയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ തിയേറ്ററിലാണെങ്കിൽ ശരി. അപ്പൊ പിന്നെ ഇവര് ഞാൻ പോകാറുണ്ട്.
റിവ്യൂ ചെയ്യാറുണ്ടോ ഇപ്പൊ? റിവ്യൂ എടുക്കാറുണ്ടോ? പിന്നെ ഞാൻ ചില സമയങ്ങളിലൊക്കെ ഇന്നത്തെ ചിലപ്പോൾ ഞാൻ നൈറ്റ് സിനിമ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ പോകും. ചിലപ്പോൾ നൈറ്റ് 10 ഷോ ആയിരിക്കും, ചിലപ്പം ഉച്ചയിരുന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കണ്ടത് സുമതിയോളമാണ്. ഇപ്പൊ രജനീകാന്തിന്റെ കൂലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ല? പിന്നെ കാണും, ഇന്ന് നോക്കാൻ നോക്കി. അന്ന് റിവ്യൂ കാര്യങ്ങളൊക്കെ കേട്ടു. സുമതിയോളം എങ്ങനെ ഉണ്ടായിരുന്നു?